അസ്സലാമു അലൈക്കും. ദിയൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയാൽ കിട്ടില്ലേ നല്ല അടിപൊളി കാടമുട്ട ഫ്രൈ, അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. പെട്ടെന്ന് തന്നെ ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കാടമുട്ട ഫ്രൈ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് കാടമുട്ട ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇടുമ്പോൾ തീ വളരെ ലോ ആക്കിയിട്ട് തന്നെ വെക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 സ്പൂണ് വലിയ ജീരകം പൊടിച്ചതും 1/4 സ്പൂണ് ചിക്കൻ മസാലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാലക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുരുമുളക് പൊടിയോ മല്ലിപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ അങ്ങനത്തെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു പൊടി വെച്ചിട്ട് തന്നെ ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണമൊക്കെ മാറിയതിന് ശേഷം പുഴുങ്ങി വെച്ചിട്ടുള്ള കാടമുട്ട ഇതിൽ ചേർത്ത് കൊടുക്കാം. കാടമുട്ട ചേർത്തിട്ട് ഒരുപാട് നേരം ഒന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഒരുപാട് നേരം ഇട്ടിട്ട് വറുത്ത് കഴിഞ്ഞാൽ ആ കാടമുട്ടയുടെ പുറത്തൊക്കെ ഒരു മുരിഞ്ഞ പോലെ ആവും. അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ. ഇത് ഇത്രയും തന്നെ മതിയാവും. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കാടമുട്ട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.